ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് 5 നമുക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ട് ഇപ്പോൾ ആക്ച്വലി ഈ കുറച്ച് മാസങ്ങളായിട്ട് ലോൺ കിട്ടുന്ന ആപ്പുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFCകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ചെങ്കറിയിരിക്കും. ഇപ്പോൾ ഈ ഓൺലൈൻ ലോൺ എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ഇപ്പോഴും സംശയമുണ്ട്. കുറേ പേര് ഈ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന കുറേ ഉടായ്പ സാധനങ്ങളൊക്കെ പോയി ക്ലിക്ക് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസും ആധാർ കാർഡും സംഭവമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പണി കിട്ടുന്ന കുറേ സംഭവം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ എന്താ പറയുക ഇതിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടാലും കുറേ പേര് ഇതൊന്നും കാണില്ലല്ലോ. കുറേ പേര് ആവശ്യമില്ലാത്ത കുറേ സംഭവം ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങളൊക്കെ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇങ്ങനത്തെ സാധനത്തിൽ പോയി പെടും ചെയ്യും. പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സ്പൈഡർ വെബ് പോലെ സാധനത്തിന് മുമ്പ് ഒരു പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കാശ് പോയത് തിരിച്ചു കിട്ടാനൊന്നും ഭയങ്കര ചാൻസ് കുറവാണ്. എത്രയോ കംപ്ലയിൻസ് ആണല്ലോ ഡെയിലി ഇപ്പോൾ സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം പെൻഡിങ് ആണ്. അപ്പോൾ കിട്ടേണ്ട ചാൻസ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ശരിക്കും RBI അണ്ടറിൽ, അതായത് ലൈസൻസ് ഉള്ള NBFC പാർട്ട്ണറിനെയൊക്കെ നമ്മൾ അത് ആക്ച്വലി പ്രൊമോഷണൽ സംഭവം നല്ല കേട്ടോ. ഞാൻ ഇനി എടുത്ത് പറഞ്ഞോട്ടെ. ഞാൻ ആക്ച്വലി നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, gemji.banksupport.in ഒരു വെബ്സൈറ്റ് നിങ്ങൾ കണ്ടിരിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ലോണുകളുടെയും അതുപോലെ തന്നെ ബാങ്ക് ലോൺസുകളും NBFC ലോൺസുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സുകളുടെയും എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ എലിജിബിലിറ്റി അനുസരിച്ച് അതിൽ കൂടെ തന്നെ സുഖമായിട്ട് തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം. അതല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ ഇതുപോലെ തന്നെ വേറെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 5 ഫേമസ് ആയിട്ടുള്ള, അതായത് ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, സേഫസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് ലോൺ കൊടുക്കുന്ന ഇപ്പോൾ ഈ ഒരു 3-4 മാസമായിട്ട് ലോൺ കൊടുക്കുന്ന ആപ്പുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആപ്പും ഉണ്ട്, കുറച്ച് ഫേമസ് അല്ലാത്ത ആപ്പുകളും ഉണ്ട്. നിങ്ങൾ വെച്ചാൽ മിക്കതും എല്ലാം കേട്ടുള്ള ആപ്പുകളും ഇരിക്കുന്നത് വെച്ചാൽ എല്ലാം നമ്മുടെ എന്താ പറയുക RBI രജിസ്റ്റേർഡ് ആപ്പുകളാണ്. അല്ലാതെ ഉടായ്പ സംഭവമൊന്നും എല്ലാവർക്കും നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കാം. അല്ലെങ്കിൽ RBIയുടെ സൈറ്റിൽ തന്നെ പോയി നിങ്ങൾക്ക് അവരുടെ NBFCയുടെ പേരുണ്ടോ എന്ന് നോക്കി നോക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. എന്ന് വെച്ചാൽ ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിസർച്ച് ഇതിൻ്റെ പിന്നിൽ നടത്തിയിട്ട് വേണം. അല്ലാണ്ട് ആര് പറഞ്ഞാലും നിങ്ങൾ ചാടിക്കറി ഇത് പ്രത്യേകിച്ച് ഫൈനാൻസും സംഭവമൊക്കെ, അതായത് ക്യാഷ് ഇൻ. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ എന്താ പറയുക ബോധമില്ലാത്ത കുറേ ആൾക്കാർ ഒരേ കമൻറ്റ് എന്താ പറയുക അവരെ പ്രൊമോഷണൽ സംഭവമൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്നിട്ടാ റീസെൻ്റ്ലി എനിക്ക് പേര് കിട്ടുന്നില്ലല്ലോ, 2-3 ഗേൾസ്, എനിക്ക് പേര് കിട്ടുന്നില്ല, ഏതൊക്കെയോ വന്നിട്ട് എന്താ പറയുക ഈ മ്യൂച്വൽ ഫണ്ട് അല്ല സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒറിജിനൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉടായ്പ നടത്തുന്നുണ്ടല്ലോ. എനിക്ക് പേര് കിട്ടുന്നില്ല കറക്റ്റായിട്ട്. എന്തായാലും പോട്ടെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായിണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ചാടിക്കയറി ഇതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കരുത് ഒരിക്കലും. അഥവാ എപ്പോഴും ഒന്ന് ചിന്തിച്ച് മാത്രം, അതായത് ഒരു കോമൺ സെൻസ് കൂടെ അറ്റ്ലീസ്റ്റ് ചിന്തിച്ചാൽ തന്നെ ഇതൊക്കെ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞു തരിക, അതിൽ പോയി ഒന്ന് ട്രൈ നോക്കിക്കുക അവരെ. അപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ പോയി കാശ് ഇൻവെസ്റ്റ് ചെയ്ത് അപ്പോൾ ഇതുപോലെ തന്നെ ആരെങ്കിലും ട്രേഡിങ്ങിൻ്റെ ഫേക്ക് സംഭവമൊക്കെ പറഞ്ഞു വെച്ചാൽ ഒന്ന് ജസ്റ്റ് പോയി ട്രൈ നോക്കിയോ അവരെന്താ പറയുന്നത്. ആയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉടായ്പ ക്യാഷ് ഇടണം, മിനിമം ഇങ്ങനെ ഇത്ര ഇടണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഉടായ്പാണെന്ന് വെച്ചാൽ ട്രേഡിങ് ചെയ്യാൻ നമുക്ക് മിനിമം ഇങ്ങനെ എമൗണ്ട് ഒന്നും സേവ് പറഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ ഇങ്ങനെ ഇവർ പറയണേ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുമ്പ് ഈ ഫേക്ക് ട്രേഡിങ്ങിൻ്റെ സംഭവത്തിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് 3-4 ദിവസം മുമ്പ്. പോയി കണ്ടു നോക്കട്ടെ. അതുപോലെ തന്നെ സാധനത്തിൽ പോയി ചാടാണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ കണ്ടിട്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യുക ആദ്യം തന്നെ. പോയി ചാടിക്കഴിഞ്ഞാൽ പിന്നെ പുലിവാലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആപ്പിലേക്ക് ഇറക്കാതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് കൂടെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GST വേൾഡ് കാണാത്ത പോയി കണ്ടു നോക്കുക. നമ്മൾ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസുകൾ, ഗാഡ്ജറ്റ് കമ്പാരിസൺ, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് സംഭവം ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 5 ആപ്പുകളുടെ കാര്യം പറയാം. അതിലാദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ക്രെഡിറ്റ് ബി തന്നെയാണ്. നമ്മൾ പണ്ട് ക്രെഡിറ്റ് ബിനെതിരെ നമ്മൾ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ അവരുടെ കസ്റ്റമർ കെയർ ഭയങ്കര മോശമായിരുന്നു. അതിനുശേഷം ആക്ച്വലി ഇവർക്കെതിരെ RBI കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ട് ആക്ച്വലി RBI ബാനും സംഭവമൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ആക്ച്വലി ക്രെഡിറ്റ് ബി നല്ലോണം ഭയങ്കരമായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ കെയർ സപ്പോർട്ട് ആയിക്കോട്ടെ, ബാക്കി എന്തായിക്കോട്ടെ. അപ്പോൾ പിന്നെ അതുപോലെ അതും മാത്രമല്ല, നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് ബി ആണ് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ 2-3 മാസമായിട്ട് ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാം ഒരു 2 മാസം തൊട്ട് 15 മാസം വരെയൊക്കെ ഒരു ലോൺ കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ്, ഇൻസ്റ്റന്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ്, ഓൺലൈൻ പ്രോസസ്സാണ് എല്ലാം നോർമലി ബാക്കി എല്ലാത്തിനും പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ മാക്സിമം 1000 തൊട്ട് 3 ലക്ഷം വരെ ആക്ച്വലി ഒരു ലോൺ കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പാണ് ലോൺ വേണ്ടത്. അതിന് നമുക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്കുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ അവരുടെ ആപ്ലിക്കേഷനിലേക്ക് പോയാൽ നമ്മുടെ ഡീറ്റെയിൽസ് പോലെ കൊടുത്തിട്ട് ഇതെല്ലാം ഒരു കോമൺ പ്രോസസ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക് ക്ലിക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ ആപ്ലിക്കാണ് പോകുക. അതിൽ ആപ്പിൽ നമ്മൾ രജിസ്ട്രേഷൻ സംഭവമൊക്കെ ചെയ്യാം. ഫോൺ നമ്പർ സംഭവം ഡീറ്റെയിൽസ്, നിങ്ങളുടെ എന്താ പറയുക ഇൻകം ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇൻകം ഡീറ്റെയിൽസ് കൊടുക്കുക. ചില സമയത്ത് 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, അത് നിങ്ങളെ നെറ്റ് ബാങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതിന് ശേഷമാണ് അവർ ഓഫർ തരിക. പിന്നെ ക്രെഡിറ്റ് സ്കോറും ചെക്ക് ചെയ്യും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെഡിറ്റ് സ്കോറും ചെക്ക് ചെയ്യും. ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഫൈനലൈസ് ചെയ്യുക. നല്ല ക്രെഡിറ്റ് സ്കോറിന് അവർ ഏറ്റവും കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ തരും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ EMI ആയിട്ട് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഓട്ടോ ഡെബിറ്റ് ആണ് ചെയ്യുക നമ്മുടെ EMI ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡും നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസും വെച്ചിട്ട് EMI ആയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ പറയാൻ പോകുന്ന ഫസ്റ്റ് കാറ്റഗറിയിൽ, അതായത് ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റ് കിട്ടുന്ന ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബി ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ആസ്പയർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് നല്ലോണം എന്താ പറയുക, കുറേ പേരൊക്കെ യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഞാൻ ആപ്പിലേക്ക് പോകും, ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 lakh വരെ നമുക്ക് ക്രെഡിറ്റ് ലൈൻ തരുന്ന ഒരു സംഭവമാണ്. നമുക്ക് ക്രെഡിറ്റ് ലൈനിന് ആവശ്യമുള്ള സംഭവം വേണമെങ്കിൽ എടുക്കാം, അതിന് മാത്രം EMI അടിച്ചാൽ മതി, അങ്ങനത്തെ പരിപാടിയാണ്. പിന്നെ ഓൺലൈൻ പ്രോസസ്സ് തന്നെയാണ്, ഇൻസ്റ്റന്റ് അപ്രൂവൽ സംഭവങ്ങളൊക്കെയാണ്. നോർമൽ നമുക്ക് അത്യാവശ്യം ക്രെഡിറ്റ് സ്കോറിനൊക്കെ തന്നെ ഈസി ആയിട്ട് തന്നെ അപ്രൂവൽ ആയിട്ട് സംഭവം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ സിബിൽ സ്കോറാണ് കേട്ടോ. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ നമ്മൾ പറയാൻ പോകുന്നതാണ് നമ്മുടെ മണി വ്യൂ. അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. മണി വ്യൂയും ക്രെഡിറ്റ് ബി എന്തായാലും മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും. ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിൽ നിൽക്കുന്ന NBFC, അതായത് ഓൺലൈൻ ലോൺ ആപ്പിൽ നിൽക്കുന്ന ടോപ്പിൽ നിൽക്കുന്ന NBFCകളാണ്. അപ്പോൾ ഇവരും നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. 5 lakhs വരെ നമുക്ക് ലോൺ തരുന്നുണ്ട്. കൊളാട്രൽ ഫ്രീ ആണ്, ഓൾറെഡി പറഞ്ഞു. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. 24 hour ഡിസ്പേഴ്സൽ ആണ്. അതായത് 24 മണിക്കൂറിൽ തന്നെ നമുക്ക് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടുന്നതാണ്. അത് ചില സമയത്ത് നമ്മുടെ ബാങ്കിന്റെ ട്രാഫിക് അനുസരിച്ച് അത് മാറാട്ടോ. ചിലപ്പോൾ ഒരു 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ, നോർമലി ഇതിന്റെ ഒരു മാക്സിമം ടൈം എന്ന് പറയുന്നത് 5 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. പിന്നെ EMIs നമുക്ക് 2 months തൊട്ട് തന്നെ നമുക്ക് 24 months വർക്കിംഗ് ഡേ കിട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വരുന്നത് മണി വ്യൂ. അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ നമ്മൾ പറയാൻ പോകുന്നതാണ് ഫൈബ്. അത് നിങ്ങൾ കേട്ടിട്ടായിരിക്കും. ഫൈബും അത്യാവശ്യം ഫേമസ് തന്നെയാണ്. നമുക്ക് 36 മാസം വരെ ടെറർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 ലക്ഷം വരെ നമുക്ക് ലോൺ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ 100% ലോൺ ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. പിന്നെ ക്വിക്ക് ലോൺ ഡിസ്പേഴ്സലാണ്. ഇവർ ആക്ച്വലി നമ്മുടെ എല്ലാവരും പറയുന്നത് ക്വിക്ക് ഡിസ്പേഴ്സലാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമുക്ക് ചിലപ്പോൾ ഒരു 5 വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കാട്ടോ. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ലോണൊക്കെ ഉണ്ട്, നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് നമുക്ക് ലോൺ കിട്ടുന്നുണ്ട്. അതായാലും മാക്സിമം ചിലപ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാൻ 5 വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കാട്ടോ. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 5 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ മാത്രം മേടിച്ചാൽ മതി. 5 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. 5 days അല്ല, 5 വർക്കിംഗ് ഡേയ്സ്. നാലാമത്തെ നമ്മൾ പറയാൻ പോകുന്നതാണ് ഇൻക്രെഡിറ്റ് എന്ന് പറഞ്ഞ സാധനം. അത് നിങ്ങൾ കണ്ടറിയും. ഇതും ആക്ച്വലി ഒരു 3 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെയൊക്കെ നമുക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. അതും 16% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. സ്റ്റാർട്ടിംഗ് ആണ് 16%. അപ്പോൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ നാലാമത്തെ ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം നല്ലോണം അപ്രൂവൽ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഈസി ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. കൊളാട്രൽ ഫ്രീ ലോണാണ്. ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ടെനേഴ്സ് ഉണ്ട്. 36 മാസം വരെ കിട്ടുന്നുണ്ട്. ക്വിക്ക് ലോൺ ഡിസ്പേഴ്സലാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ. ഇപ്പം നമ്മൾ എത്രയായി പറഞ്ഞു, അത് കൺഫ്യൂഷൻ ആയല്ലോ. ഒന്നാമത്തെ ക്രെഡിറ്റ് ബി ആണ്. രണ്ടാമത്തെ ആസ്പയർ ആണ്. മൂന്നാമത്തെ മണി വ്യൂ ആണ്. നാലാമത്തെ ആണ് ഫൈബ്. അഞ്ചാമത്തെ ആണ് ഇൻക്രെഡിറ്റ്. അപ്പം 5 അതിന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ലോൺ ആപ്പുകൾ. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എന്താ പറയുക, അത്യാവശ്യം നല്ല അപ്രൂവൽ റേറ്റ് ഉള്ള ഓൺലൈൻ ലോൺ ആപ്പുകളാണ്. ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ. ഈ 5 ലോൺ ആപ്പുകളും RBI രജിസ്റ്റേർഡ് ആണ്. നിങ്ങൾക്ക് ആക്ച്വലി RBIയുടെ സൈറ്റ് പോയിട്ട് ഇവരുടെ NBFCയുടെ പേര് നോക്കി നോക്കാം. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഏത് ലോൺ ആപ്പ് എടുത്താലും അത് കറക്റ്റായിട്ട് EMI അടച്ചു പോകണം. അല്ലെങ്കിൽ ഇവർക്ക് ആക്ച്വലി കളക്ഷൻ ഏജൻറ്റ് സംഭവമൊക്കെ ഉണ്ട്. ചിലപ്പോൾ വീട്ടിലേക്ക് വരാം. അതെല്ലാ ലോൺ കൊടുക്കുന്ന ആൾക്കാരും ചെയ്യുന്ന പരിപാടിയാണ്. അത് ലോൺ കൊടുത്തില്ലെങ്കിൽ ഇവരെ വിളിച്ച് ശല്യപ്പെടുത്തും, കോൾ ചെയ്യും. അല്ലാണ്ട് പക്ഷേ ബ്ലാക്ക് മെയിൽ സംഭവമൊന്നും വരില്ല. പക്ഷേ ലോൺ കൊടുത്തില്ലെങ്കിൽ കോൾസ് വരും. നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ കളക്ഷൻ ഏജൻസ് വരും. അപ്പോൾ ഇതൊക്കെ ഇത് ബാങ്കിൽ നിന്ന് എടുത്താലും ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഫ്രോഡ് ആപ്പുകളെന്ന് കുറേ പേർക്കുള്ള ഒരു സംശയമുണ്ട്. അത് ഫ്രോഡല്ല. അത് എല്ലാവരും അവർ ലോൺ കൊടുക്കുന്നത് തിരിച്ചിടാനാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ഇടാനാണ്. അവർ നമ്മുടെ എന്താ പറയുക, സത്രം നടത്തില്ല. അപ്പോൾ അതൊരു ബിസിനസ് ആയിട്ടാണ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ലോൺ തന്നാലും അത് തിരിച്ചു ചോദിക്കും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവർ വീട്ടിലേക്ക് ചിലപ്പോൾ വരും. കളക്ഷൻ ഏജന്റ് എന്നാണ് പറയാം. അത് മിക്ക ബാങ്കുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. കളക്ഷൻ ഏജന്റ് വീട്ടിൽ വന്നിട്ട് EMI വാങ്ങിച്ചോണ്ട് പോലെ അത് ചിലപ്പോൾ വീട്ടിലേക്ക് വരും, കോൾസ് വരും. മിക്കതും ഇതിൽ ഇവരെല്ലാവരും കോൾസ് ത്രൂ ആണ് മോസ്റ്റ്ലി ഒരു 99% ഹാൻഡിൽ ചെയ്യുക. പിന്നെ കോൾസും സംഭവമൊന്നും എടുത്തില്ലെങ്കിലാണ് മാക്സിമം വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും ലോൺ എടുക്കണമെങ്കിൽ കറക്റ്റായിട്ട് EMI അടച്ചിട്ട് പോകുക. അല്ലെങ്കിൽ നിങ്ങൾ സിബിൽ സ്കോറും ഡാമേജ് ആവും. സിബിൽ സ്കോർ ഡാമേജ് ആയി കഴിഞ്ഞാൽ പണി കിട്ടുന്ന വഴി നമ്മൾ 2-3 ദിവസം മുമ്പ് ഓൾറെഡി വീഡിയോ ഉണ്ടായിരുന്നത് കാണാത്തവർ പോയി കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ആകുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാണിക്കാൻ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ Instagram പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അവിടുത്തെ കാണാം. ബൈ.